ഞാൻ ഒരു ദിവസം മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ശൈഖുനായുടെ കുടുംബത്തിൽപ്പെട്ട പ്രായമുള്ള ഒരു ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ, ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു ദിവസം എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് പറഞ്ഞു, മുട്ട വേണം. ഞാൻ പറഞ്ഞു, ഇവിടെ പൂവൻ കോഴിയേ ഉള്ളൂ, പെടക്കോഴിയില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ പൂവൻ കോഴിയേ ഉള്ളൂ, പെടക്കോഴിയില്ല, പിടിച്ചു മൂടിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ മോനെ അവിടുന്ന് പറഞ്ഞതല്ലേ എന്ന് മനസ്സിലാക്കി പിടിച്ചു മൂടി. അല്പം കഴിയുമ്പോൾ പൂവൻ കോഴി മുട്ടയിട്ടിരിക്കുന്നു. ഈ ഉമ്മ പറയുന്നു, എന്റെ വീട്ടിൽ കയറി വന്ന് പൂവൻ കോഴിനെ പിടിച്ച് മൂടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മൂടി. പക്ഷേ അത് മുട്ടയിടുകയാണ് ചെയ്തത്. മുട്ട പുഴുങ്ങിക്കൊടുത്തു. കൂടുതൽ വേവുന്നത് ഇഷ്ടമില്ലായിരുന്നു. ഇളം വേവിലാണ് മുട്ട തിന്നാറുള്ളത്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇവിടെ ഈ പറഞ്ഞ കാര്യം ഇത് പൂവൻകോഴി മുട്ടയിട്ട കഥയാണ്. ഈ പൂവൻകോഴി മുട്ടയിടുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. പക്ഷേ CM മടവൂർ ഔലിയ കാക്കയ്ക്ക് പൂവൻകോഴിയെപ്പോലും മുട്ടയിടുന്ന തരത്തിലേക്ക് ആ ഒരു അവസ്ഥയിലേക്കുള്ള കറാമത്തുകൾ കാണിക്കുവാൻ കഴിഞ്ഞിരുന്നു എന്ന് അത് പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ മുസ്ലിയാക്കന്മാർ ഈ രൂപത്തിൽ ഇത് പറഞ്ഞു നടക്കുന്നത്. ഇൻഷാ അല്ലാ, പൂവൻകോഴി മുട്ടയിടുമെങ്കിൽ ഇവർക്ക് ഇനി പല കാര്യങ്ങളും ചെയ്യിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചില ആളുകൾ ഇനി ചൊറിഞ്ഞും കൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. മരിച്ച ആളെ ജീവിപ്പിച്ചവനല്ലേ ഈസാ നബി? കണ്ണ് കാണാത്തവന് കാഴ്ച കൊടുത്തവനല്ലേ ഈസാ നബി? അതുപോലെ തന്നെ വെള്ളപ്പാണ്ട് മാറ്റിയവനല്ലേ, കുഷ്ഠം മാറ്റിയവനല്ലേ? അതെ, ഈസാ നബി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അനുമതിയോടെ അള്ളാഹുവിൻ്റെ കൈക്കാണ് നടക്കുന്നത്. അത് മുഅ്ജിസത്തുകളാണ്. ആ മുഅ്ജിസത്ത് പ്രവാചകന്മാർക്ക് ഉള്ളതുമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ മഹാനായ പ്രവാചകനാണ്. അദ്ദേഹത്തിന് മുഅ്ജിസത്തുണ്ട്. അത് ഈ പറയപ്പെട്ട ഈ കോഴിക്കോട് അങ്ങാടിക്കപ്പുറത്തുള്ള ഈ മടവൂരിലെ ഒരു കാക്ക, ആ കാക്കാക്ക് ഒരു ബാക്കവിയാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് അതുപോലെയൊക്കെ ചെയ്യാനുള്ള കഴിവ് അള്ളാഹ് എവിടെ നൽകിയിട്ടുള്ളത്? പിന്നെ കറാമത്തില്ലേ എന്നാണ് പറയുന്നത്. കറാമത്ത് ഒരു മനുഷ്യൻ്റെ അയാളുടെ ഇച്ഛക്കനുസരിച്ച് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണോ? കോഴിക്ക് മുല വന്നു എന്ന് പറയില്ലേ ഇനി വിറ്റനാളെ അല്ലേ? അതുപോലെ തന്നെ വെള്ളക്കാക്ക മലർന്ന് പറക്കൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയില്ലേ? ഇതൊക്കെ CM മടവൂർ ഔലിയ കാക്കയുടെ കറാമത്താന്നും പറയില്ലേ ഇവര് അല്ലേ? പ്രിയമുള്ളവരെ, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ വിശദീകരിക്കുന്നത് അവർ മുഅ്മിനീങ്ങളാണ്, മുത്തഖീങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ ചില ഭാഗങ്ങളിൽ, ഇപ്പോൾ കോഴിക്കോട് മടവൂരിൽ ഒരൊറ്റ മുഅ്മിനും മുത്തഖിയുള്ളൂ ആണോ? മാനസിക രോഗത്തിൻ്റെ വിഭ്രാന്തിയിൽ അകപ്പെട്ടുകൊണ്ട് ജീവിതകാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മരണത്തിലേക്ക് വഴുതി നീങ്ങുന്ന ആ അവസരത്തിൽ പോലും മാനസിക രോഗം കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ, അയാൾ കറാമത്ത് കാട്ടുന്നുണ്ട്. എന്തുകൊണ്ട്? അയാൾ വലിയാണെന്നാണ് പറഞ്ഞത്. വലിയ എന്താണെന്നുള്ളത് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളും ആണ് എന്നുള്ളത്. അവർക്ക് തോന്നുമ്പോൾ തോന്നിയ പോലെ കറാമത്ത് കാട്ടാൻ കഴിയില്ല എന്നുള്ളതുമാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇവരുടെ ഔലിയാക്കന്മാർക്ക് എന്തും ചെയ്യാൻ കഴിയും. കാര്യം എന്താണെന്നറിയോ? എല്ലില്ലാത്ത നാവുകൊണ്ട് എന്തും പറയാലോ അല്ലേ? ഇൻഷാ അല്ലാ ഇതൊന്നും കൂടുതൽ കാണിച്ചിട്ടും പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നുള്ളതാണ്. നല്ലത് പറയുന്നവരുടെ വീഡിയോകൾ നമ്മൾ കാണാൻ ശ്രമിക്കുക. അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്നുള്ളതല്ല, അവർ ഖുർആനും സുന്നത്തുമാണോ പറയുന്നത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഇൻഷാ അല്ലാ അങ്ങനത്തെ ഒരു പ്രഭാഷണത്തിലേക്ക് എവരെയും ക്ഷണിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോയിലേക്ക്. ഹറമിൽ ചെന്നിട്ട് പറയണത് നിങ്ങൾ അള്ളാനെ വിളിക്കണം എന്നല്ല പഠിപ്പിക്കുന്നത്. പിന്നെ ഒരു കഥ നിങ്ങൾ സ്ക്രീനിൽ കേട്ടതിന് ശേഷം ഞാൻ വിശദീകരിക്കാം. എങ്ങനെ ഹറമിൽ ചെന്നിട്ട് പോലും എന്ത് പറയണം, എന്ത് പഠിപ്പിക്കണം? ഹജറുൽ അസ്വദ് ഒന്ന് മുത്താൻ ആഗ്രഹിക്കുമ്പോ ആരോട് പറയണം? തിരക്കുണ്ടെങ്കിൽ അതിനെ മുത്താൻ എന്താ നമുക്കൊരു പോംവഴി പഠിപ്പിച്ചു കൊടുക്കുകയാണ് പണ്ഡിതന്മാർ, ഉസ്താദുമാർ എന്ന് പറയുന്നവർ. കേൾക്കൂ നിങ്ങൾ. വല്ലാതെ തിക്കും തിരക്കുമുള്ള സന്ദർഭമാണ്. ഹജറുൽ അസ്വദ് ഒന്ന് തൊട്ടുമൊത്താൻ ചാൻസ് കിട്ടിയാൽ എന്ന് പുതിയ വെച്ച് ഇനി ഞാനിവിടാം, ഏതായാലും എത്തൂല. ഇത് ഹറമിൽ എന്റെ ഒരു പക്ഷേ അവസാനത്തെ എത്തലാണ്. ഹജറുൽ അസ്വദിനെ ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും കഴിഞ്ഞാൽ എന്ന് ബോധി വെച്ചു കഴിഞ്ഞില്ല, കഴിയാത്ത അവസ്ഥയാണ്. അത്രയും തിക്കും തിരക്കുമാണ്. മുസ്ലിംസിലാർ പ്രായമുള്ള ആളല്ലേ. അപ്പം മുസ്ലിംസിലാർ പറയാണ്, ഷെയ്ഖുന എന്ന് വിളിച്ചു.
മൂസ മുസ്ലിയാർ ഷെയ്ഖുനാന്റെ പേരിൽ 11 ഫാത്തിഹ ഓതി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂസ മുസ്ലിയാർ 11 ഫാത്തിഹ ഓതി. ഷെയ്ഖേ, എന്റെ അവസ്ഥ ആർക്കറിയാൽ, എനിക്ക് അവിടെ പോയാൽ മൊത്തം ഏതാൻ കഴിയില്ല, എനിക്കിന്റെ അവസാനത്തിൽ എടുത്താത്. ഇനി ഞാൻ അറിവിലെത്തും എനിക്ക് തോന്നുന്നില്ല. എനിക്കതൊന്ന് തൊട്ടുമൊത്താനെങ്കിലും, ചുടിക്കാനൊന്നും കയ്യും തോന്നില്ല, ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു. ഷെയ്ഖിനൊക്കെ വഴിയാക്കാൻ കഴിയുമല്ലോ എന്ന നിൽക്കൊരൊറ്റ വിളി 11 ഫാത്തിഹ ഓതിയിട്ട് പെട്ടെന്ന് ഏതോ ഒരാള് ഈ ഹജറുൽ അസ്വദിന്റെ അടുക്കൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരുമായി ബന്ധപ്പെട്ട്, ഇത് കേരളത്തിൽ നിന്ന് വന്ന ഒരു പണ്ഡിതനാണ്, അവർക്ക് ഹജറുൽ അസ്വദ് മൊത്തം സൗകര്യം ചെയ്യണം. പെട്ടെന്നൊരാൾ എന്നത് ചെയ്യുന്നില്ല, തസവൂറില്ലാത്ത വേറെ കാര്യം. പെട്ടെന്നൊരാൾ എന്നത് ചെയ്യുന്നില്ല, തസവൂറില്ലാത്ത വേറെ കാര്യം. പോലീസുകാരനുമായി ഇടപെട്ട് അങ്ങനെ ഈ പോലീസുകാരൻ പെട്ടെന്ന് കേരളത്തിൽ നിന്ന് ഈ പണ്ഡിതനെ അങ്ങോട്ട് വിളിപ്പിച്ചു. ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അവർ പറഞ്ഞത് ശരി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 മിനിറ്റോളം സമയം ഹജറുൽ അസ്വദിന്റെ മോരിൽ ഇങ്ങനെ മുഖം കുത്തി നിന്നുമ്പോ ചുംബിച്ചു കൊണ്ട് നിന്നു. ഇത് മൂസ മുസ്ലിയാർ പറഞ്ഞ ഇത് അത്ര ആകോ എന്നൊരു ചിലപ്പോൾ നമുക്ക് തോന്നി പോന്ന ഇതിന്റെ അപ്പുറാവും. അപ്പൊ എവിടെ വെച്ച് വിളിച്ചാലും നമുക്ക് മറുപടി തരാൻ മാത്രമുള്ള അപാരമായ പവറാണ് ഷെയ്ഖുന നേടിയെടുത്തത്. എവിടുന്നാണ് ഈ സംഭവം നടക്കുന്നത്? ഹജറുൽ അസ്വദ് മുത്താനാണല്ലോ. ആഗ്രഹം ഹജറുൽ അസ്വദ് മുത്താനാണ്. മൂസ മുസ്ലിയാർക്ക് പ്രായമായി. പറയുന്നതാണ് ഷെയ്ഖുനാനോട്, എൻ്റെ അവസ്ഥ എനിക്കറിയാലോ എന്ന്. ആരോട്? CM-നോടായി പറയുന്നത്. ഇനി ഹറമിലേക്ക് വരാൻ എനിക്ക് പറ്റും തോന്നണില്ല എന്ന്. അതുകൊണ്ട് 11 ഫാത്തിഹ ഓതി CM-നെ അങ്ങോട്ട് വിളിച്ചു. ഹജറുൽ അസ്വദിന്റെ മേലെ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് പെട്ടെന്നൊരാൾ ഇടപെടുകയാണ്. അയാൾ കുറച്ച് സൗണ്ട് കുറച്ചിട്ട് പറയണത്, ആ പെട്ടെന്നൊരാളെ ഇടപെടുക എന്ന് പറഞ്ഞാൽ അത് CM തന്നെയാണ്. അപ്പൊ ആ വിളി ഉത്തരം നൽകിക്കൊണ്ട് CM മത്വാഫിലെത്തി. 10 മിനിറ്റ് സമയം ഈ ഹജറുൽ അസ്വദ് മുത്തി നിൽക്കാനുള്ള സമയം കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ. ഇവരെല്ലാം പറയൽ ഇങ്ങനെയാണ്, ഓർമ്മനാണ്. ഞാൻ വിശദീകരിക്കണില്ല. കാരണം പച്ച നുണക്കഥകൾ സമൂഹത്തിന്റെ മുമ്പിൽ പറയാണ്. ഇത് കേട്ടിട്ട് ഞാൻ നിഷ്പക്ഷമതികളായ ആളുകളോട് ചോദിക്കുകയാണ്, ഇത് കേട്ടിട്ട് ഒരു മുസ്ലിമായ ആണിനും മുസ്ലിമത്തായ പെണ്ണിനും അള്ളാഹുവിലേക്ക് അടുക്കാനാണോ തോന്നുക, അള്ളാഹുവിൽ നിന്ന് അകലാനാണോ തോന്നുക? അള്ളാഹുവിന്റെ പടപ്പുകളിലേക്ക് അടുപ്പിക്കുകയാണോ, അള്ളാഹുവിൽ നിന്ന് അകറ്റുകയാണോ ചെയ്യുക? ഖുറാനിൽ അള്ളാഹ് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് പോരെ ചോദിച്ചിട്ടില്ലേ ഖുറാന്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമക്ക് അള്ളാഹു പോരെ? അള്ളാഹ് ചോദിക്കുക ഖുറാനില്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമക്ക് അള്ളാഹു പോരെ? അള്ളാഹു മതിയായവനല്ലയോ? പോരാന്നാണ് പല ഉസ്താദുമാരും സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. കേരളക്കരയിലെ ആദ്യ കാലഘട്ടത്തിൽ മുജാഹിദിലേക്ക്, ഈ പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ വന്നത് ഈ കൊച്ചു ആയത്തൊക്കെ കേട്ടിട്ടാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന ആയത്ത് കേട്ടിട്ട് അതിന്റെ അർത്ഥം എഴുതിയെടുത്ത് പ്രിയപ്പെട്ടവരെ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന ഉസ്താദിനോട് പോയി ചോദിച്ചു, ഇതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഒരടിമക്ക് അള്ളാഹു പോരെ, അള്ളാഹ് മതിയായവനല്ലയോ എന്നാണ് അതിന്റെ അർത്ഥം. എന്നാ പിന്നെ എന്നെ കുത്തറാത്തീബിന്റെ ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളി, എനിക്ക് എൻ്റെ റബ്ബ് മതി. ഞാൻ എൻ്റെ റബ്ബിനോട് പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ മക്കളുടെ അസുഖത്തെക്കുറിച്ച്, എൻ്റെ ഭാര്യയുടെ വിഷമത്തെക്കുറിച്ച്, എൻ്റെ മാതാപിതാക്കളുടെ അവരുടെ പ്രയാസങ്ങളെക്കുറിച്ച് എൻ്റെ റബ്ബിനോട് പറയാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ലിസ്റ്റിൽ നിന്ന് എൻ്റെ പേര് വെട്ടിക്കോളൂ എന്ന് പറഞ്ഞ് വളർന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ. അല്ലേ? ഇന്നും ഈ 2022-ലും 23-ലും 21-ലും ഒക്കെ ഈ മുസ്ലിം ഉമ്മത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പച്ചയായ ശിർക്ക് സമൂഹത്തിൽ എത്തിക്കാൻ ബോധപൂർവം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർ. ഈ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അവർ അല്ലാഹുവിന് പുറമെയുള്ളവരെ കുറിച്ച് പറഞ്ഞ് താങ്കളെ ഭയപ്പെടുത്തുകയാണ്. നിങ്ങൾ ഈ കൊച്ചു ഗ്രാമത്തിലെ നാടൻ ഭാഷയിൽ പറയാണ്, ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു സഹോദരി തെറ്റു ചെയ്താൽ, ഒരു സഹോദരൻ തെറ്റു ചെയ്താൽ, നീ ചെയ്തിട്ടുണ്ടോ ഇല്ലേ, ഇപ്പൊ പറയണം, അള്ളാനെ വിളിച്ച് സത്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൂളായി തെറ്റ് ചെയ്തവനും ഇല്ല എന്ന് പറയാൻ, അള്ളാഹുവാണ് സത്യം എന്ന് പറയാൻ മുസ്ലിം ഉമ്മത്തിന് മടിയില്ല. എന്നാലും മമ്പുറത്തേക്ക് നടക്ക്, ഏർവാടി പോകണം,
അജ്മീറിൽ പോകണം, നാഗൂരിൽ പോകണം, അവിടുത്തെ മക്കബറയിൽ ചെന്ന് അവിടെ തൊട്ട് സത്യം ചെയ്യണം. നീ ചെയ്തിട്ടില്ല എന്ന് നീ സത്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ കിടുകിടാന്ന് വിറച്ചിട്ട് പറയാണ് ഏർവാടിക്കൊന്നും പോണ്ട, ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന്. മനസ്സിലായോ? ഇത് കേരളക്കരയിലും ഇന്ത്യ രാജ്യത്തിലെ വ്യത്യസ്തമായ സ്റ്റേറ്റുകളിലുമുള്ള ദയനീയമായ അവസ്ഥയാണ്. അതാണ് ഈ ആയത്തിൽ പറഞ്ഞത്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമക്ക് അല്ലാഹു പോരെ, വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെയുള്ളവരെ പറ്റി പറഞ്ഞ് അവർ താങ്കളെ ഭയപ്പെടുത്തുകയാണ്. മുസ്ലിം ഉമ്മത്തിനെ പേടിപ്പിക്കുകയാണ്, CM-നെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, മൊയ്തീൻ ഷേഖിനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, റിഫായി ഷേഖിനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, മമ്പൃന്ദങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, മഹാരഥന്മാരെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. അള്ളാനെ പറഞ്ഞ് സ്വർഗ നരകത്തെ കുറിച്ച് പറഞ്ഞ് ചെന്ന് കിടക്കാനുള്ള 6 അടി മണ്ണാകുന്ന കബറിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുവാനും ചിന്തയെ തട്ടി ഉണർത്തുവാനും ആളില്ല. ചിന്തിച്ചു നോക്കൂ നിങ്ങള്, ആലോചിച്ചു നോക്കൂ നിങ്ങള്.